വ്യത്യസ്തമായ ചില കാര്യങ്ങൾ യേശുക്രിസ്തുവിനുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുവിന്റെ ജന്മത്തിന് ഏകദേശം 750 വർഷത്തിന് മുമ്പ് പ്രവാചകൻ യെശയ്യാവ് പറഞ്ഞു, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. നാം ആരും ഈ ലോകത്തിൽ ജനിച്ചത് നമ്മളെ കുറിച്ച് മുൻപ് പ്രവചനമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ ആരും സാധാരണ ജനിക്കാറില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജന്മത്തെ കുറിച്ച് വ്യത്യസ്തമായ ഒരു വിഷയം എന്ന് പറയുന്നത്, യേശു ജനിക്കുന്നതിന്റെ 750 കൊല്ലത്തിന് മുമ്പ് ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകനായിരുന്ന യെശയ്യാവ് പ്രവചിച്ചു പറഞ്ഞു, ഒരു കന്യകയിൽ പുരുഷബന്ധമില്ലാതെ ഒരു വിശുദ്ധ പ്രജ ജനിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. എന്താണ് ഇമ്മാനുവേൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമെന്ന് വേദപുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു, ദൈവം നമ്മോടുകൂടെ. സ്വർഗസ്വനായ ദൈവം, പരിശുദ്ധനായ ആത്മാവായ ദൈവം, മനുഷ്യരാരും കാണാത്തവനായ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം കന്യകയിൽ ഈ ലോകത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ജനിക്കുമെന്ന് പ്രവചിച്ചു പറഞ്ഞു. നമ്മളിവരാൾ ഈ ലോകത്തിൽ ജനിക്കുന്നതിനെ കുറിച്ച് പ്രവചിച്ച് പറയുന്നതിന്റെ പ്രത്യേകതയൊന്നുമില്ല. കാരണം നമ്മളൊരു വ്യത്യസ്തമായ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. സാധാരണ മനുഷ്യരെ പോലെ നാം ആയിരിക്കുന്നു. നമ്മുടെ ഇടയിൽ ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസവും കഴിവുകളുമുള്ള മനുഷ്യരാണെങ്കിലും നമ്മെപ്പോലെ തന്നെ അവരും മരണപ്പെട്ട് അവരുടെ കഴിവുകളും പ്രയത്നങ്ങളും എല്ലാം ഭൂമിയിൽ അവസാനിച്ചു പോയേക്കാം. പക്ഷെ യേശു എന്ന് പറയുന്ന ആ വ്യക്തി, അല്ലെങ്കിൽ യേശു അങ്ങനെയല്ല. യേശു ഒരു മനുഷ്യനായി മാത്രം നമ്മളെപ്പോലെ ജീവിച്ച് അവസാനിച്ചു പോയതല്ല. അവൻ മരണത്തെ അതിജീവിച്ചവൻ, മരണത്തെ തോൽപ്പിച്ചവൻ, മനുഷ്യകുലത്തിന്റെ മരണത്തിന് അറുതി വരുത്തിയവനാണ് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്.